ഇന്നത്തെ ടോപ്പിക് ദ റൂഫ് യു നെവർ ക്ലൈംഡ് എന്നാണ്. ഒരു വ്യത്യസ്തമായ ഒരു പേര് അല്ലേ. ദ റൂഫ് യു നെവർ ക്ലൈംഡ്, നിങ്ങളൊരിക്കലും കയറാത്ത ആ മേൽക്കൂര, നിങ്ങളൊരിക്കലും കയറി പോയിട്ടില്ലാത്ത ആ മേൽത്തട്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഒരു മേൽത്തട്ട് അല്ലേ. ചില ആളുകൾ അങ്ങനെ മുകളിലേക്ക് കയറാറില്ല. വർഷങ്ങളായിട്ട് താമസിക്കുമ്പോൾ എല്ലാ മുറികളും പരിചയമുണ്ട്. പക്ഷേ മേൽത്തട്ടിലുള്ള ആ ഒരു ഭാഗം മാത്രം നമ്മൾ ശ്രദ്ധിക്കാറില്ല, കയറാറില്ല. ഇവിടെ പടികളുണ്ട് എന്നുള്ളൊരു കാര്യം പോലും ചിലപ്പോൾ ചില ആൾക്കാർ മറന്നു പോകും. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ എല്ലാ മുറികളിലൂടെയും നമ്മൾ നടന്നു പോവുകയാണ്. എന്തൊക്കെയാണ് ഈ മുറികൾ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ലൈഫിലുള്ള പല അനുഭവങ്ങളാണ് ഈ മുറികൾ. പഠനം ഒരു മുറിയാണ്. ജോലി നമ്മൾ വീട്ടിലെടുക്കുന്നുണ്ടെങ്കിൽ അതൊരു മുറിയാണ്. കുടുംബം മറ്റൊരു മുറിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ലൈഫ് എടുത്ത് നോക്കിയാൽ മതി. പല മുറികളാണ്. സന്തോഷമുണ്ടായിട്ടുണ്ട്, വിഷമമുണ്ടായിട്ടുണ്ട്, മുറികളാണ്. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഈ മുറികളിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മുകളിലേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട്. നമ്മളിൽ തന്നെ ഉയരത്തിലേക്ക്, മറ്റൊരു കാഴ്ച ലഭിക്കാൻ, മറ്റൊരു ലെവലിലേക്ക് നമ്മൾ സാധാരണ പോകാറില്ല. അങ്ങനെ ഒരു മുറിയെക്കുറിച്ചാണ്, അങ്ങനൊരു റൂഫിനെ കുറിച്ചാണ് ഈ ഒരു സെഷൻ. അപ്പോൾ ചില ആളുകൾ അവിടേക്കുള്ള ആ ഒരു പടിയുണ്ടല്ലോ, അത് കണ്ടെത്തുന്നത് വളരെ യാദൃച്ഛികമായിട്ടായിരിക്കും. ചിലർക്ക് ജീവിതത്തിൽ കാര്യമായ ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സമയത്തായിരിക്കും മുകളിലേക്കുള്ള വഴി അന്വേഷിക്കുക. ചിലർക്ക് രോഗം വരുമ്പോഴായിരിക്കും, ചിലർക്ക് ധനനഷ്ടം വരുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സംഭവം നമ്മുടെ വഴിയിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെയുള്ളവർ ചിലപ്പോൾ ഈ പടി അന്വേഷിക്കും, മുകളിലേക്ക് എങ്ങനെയാണ് പോവുക. മറ്റു ചിലർ, അവർക്കൊരു ചോദ്യം മാത്രം മതി. ജീവിതം ഇത്രയേ ഉള്ളൂ, ഇതാണോ ജീവിതം? ഈ മുറികളിലൂടെ മാത്രം യാത്ര ചെയ്ത് ഒരു ദിവസം ഈ ഭൂമി വിട്ട് പോകുകയാണോ ജീവിത ലക്ഷ്യം എന്ന ചോദ്യം ചിലരുടെ മനസ്സിലേക്ക് വരും. ഇങ്ങനെയുള്ള പല അവസ്ഥകളും ഈ മുകളിലേക്കുള്ള റൂഫ് ടോപ്പിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ യാത്ര വേറൊന്നും നേടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എവിടെയും എത്തിച്ചേരാനുള്ളൊരു യാത്രയുമല്ല. കാരണം നമ്മൾ ഓൾറെഡി അവിടെയാണ്. നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ റൂഫ് ടോപ്പിലാണ്, പക്ഷേ അവിടെയാണ് എന്ന് നമുക്കറിയില്ല. നമ്മൾ താഴെയുള്ള മുറികളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മേൽത്തട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ചുറ്റും പരന്നു കിടക്കുന്ന ആകാശമുണ്ട്, തുറന്ന കാഴ്ചയുണ്ട്, അതുപോലെ തന്നെ മനസ്സിന് അപാരമായ ശാന്തതയും ഉണ്ട്. അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും, ലോകത്തിനൊരു മാറ്റമില്ല. ഓക്കെ, മാറുന്നത് അല്ലെങ്കിൽ മാറിയത് നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ്. ശ്രീ രമണ മഹർഷി നമ്മളെല്ലാവരോടും പറയുന്നത് ഈ ഒരു സ്ഥലം കണ്ടെത്താനാണ്. നമ്മളീ കാണുന്ന ശരീരവും മനസ്സും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകളും ഇതൊന്നുമല്ല ആ റൂഫ് ടോപ്പ്. ഓക്കെ, അപ്പോൾ മഹർഷിയുടെ ടീച്ചിങ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഉപമിക്കാൻ സാധിക്കും. ഒരു വലിയ കൊട്ടാരമുണ്ട്, ആ കൊട്ടാരത്തിൻ്റെ താഴെ കുറേ മുറികളുണ്ടെന്ന് വിചാരിക്കുക. ആ മുറികളിലെല്ലാം ഇരുട്ടാണ്. ആ ഇരുട്ടിൽ നമ്മൾ കിട്ടാവുന്ന വെളിച്ചമെല്ലാം ഉപയോഗിച്ച് പലതും തപ്പി നടക്കുന്ന ആളുകളാണ്. പക്ഷേ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായ ഒരു സ്ഥലമുണ്ട്, ആകാശമുണ്ട്, വെളിച്ചമുണ്ട്. നമ്മളത് മറന്നു പോവുകയാണ്. എന്നിട്ട് താഴത്തുള്ള ഇടുങ്ങിയ മുറികളുണ്ടല്ലോ, അവിടെ നമ്മൾ പലതരം ലാഭനഷ്ട കണക്കുകളൊക്കെ ഉണ്ട്, അതിൽപ്പെട്ട് ഉഴലുകയാണ്. നമ്മളെന്താണ് വേണ്ടത് വെച്ചാൽ മഹർഷിയുടെ ടീച്ചിങ്സ് ഉപയോഗിച്ച് മുകളിലേക്കുള്ള വഴി അന്വേഷിക്കണം. ആ മേൽക്കൂരയെ
അതായത് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടേക്ക് എത്താൻ സാധിക്കും. ഇതൊരു സ്വകാര്യ ആശുപത്രിയിലെ 7-ാം നമ്പർ മുറിയാണ്. ഒരു സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ആ കിടക്കയിൽ കിടക്കുന്നവരാണ് അർജുൻ എന്ന പേരുള്ള 42 വയസ്സുള്ള ഒരാൾ. വളരെ തിരക്കുള്ള ജീവിതത്തിൻ്റെ ഒരു ഉടമയാണ് അർജുൻ. ഒരു ചെറിയ അപകടത്തിന് ശേഷം ഇവിടെ എത്തിച്ചേർന്നതാണ് അർജുൻ. അർജുൻ ഒരിക്കലും മേൽക്കൂര നോക്കി വെറുതെ കിടക്കാറില്ല. അതിന് സമയമില്ല. കാരണം എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. രാവിലെ ഉണർന്നാൽ ഉടൻ ഓഫീസ് ഇമെയിൽ ചെക്ക് ചെയ്യും. 3 മാസം മുമ്പ് തന്നെ എല്ലാ ഷെഡ്യൂളും കലണ്ടറിൽ സൂക്ഷിച്ച് വെക്കുന്ന ആളാണ്. ഓഫീസിൽ എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ ഫോൺ ചെയ്ത് വരുത്തുന്നത് അർജുനെയാണ്. കാരണം എന്താ? അർജുൻ എപ്പോഴും റെഡിയാണ്. എന്ത് സഹായം ചെയ്യാനും തയ്യാറാണ്. എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ളൊരാൾ ഇപ്പോൾ ഈ ആശുപത്രി കിടക്കയിൽ ഒന്നും ചെയ്യാനില്ലാതെ മേൽക്കൂര നോക്കി കിടക്കുകയാണ്. കാരണം എന്താണ്? ഒരു ചെറിയ അപകടം. സ്ലിപ്പറി ആയിട്ടുള്ള റോഡായിരുന്നു. വണ്ടി ഒന്ന് തെന്നി തലടിച്ചാണ് വീണത്. ഡോക്ടർ പറഞ്ഞു കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല, 2 ദിവസം റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ് അവിടെ കിടത്തിയതാണ്. അർജുൻ്റെ ഫോണിൻ്റെ സ്ക്രീനൊക്കെ ഒന്ന് പൊട്ടിപ്പോയി വീണ സമയത്തെ. ഇപ്പം അദ്ദേഹത്തിൻ്റെ തലയ്ക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ എങ്കിലും ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. ഒരു പ്രത്യേക മാറ്റം അർജുൻ ശ്രദ്ധിച്ചത് ഒരു നിശബ്ദത. അർജുനൊരു സുഖം തോന്നാൻ തുടങ്ങി. പഴയതുപോലെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ആശുപത്രിയിലാണെങ്കിലും ഒരു ബോറടി തോന്നുന്നില്ല. അനാവശ്യമായ ഉത്കണ്ഠ, ആകുലത ഒന്നുമില്ല. ഒരു പ്രത്യേക ശാന്തത അനുഭവപ്പെടാൻ തുടങ്ങി അർജുന്. അപ്പോൾ അർജുൻ അല്ലേ എന്നുള്ളൊരു വിളി. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടപ്പോൾ അർജുൻ ഒന്ന് ഡോറിലേക്ക് നോക്കിയ സമയത്ത് ഡ്യൂട്ടിയിലുള്ള നേഴ്സായിരുന്നു. അപ്പോൾ നേഴ്സിനോട് അർജുൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്. നിങ്ങളിപ്പോൾ അർജുൻ അല്ലേ എന്ന് ചോദിച്ചു, എൻ്റെ പേര് വിളിച്ചു. ആ പേര് കേട്ട സമയത്ത് ഞാൻ നിങ്ങളെ നോക്കി. അപ്പോൾ അത് ഞാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കാരണമാണ്. നിങ്ങൾ എന്നെയാണ് വിളിച്ചത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയത്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ വിളിച്ച പേര് ഒരു ലേബൽ മാത്രമല്ലേ എന്ന് ചോദിച്ചു. ഒരു കുപ്പിയുടെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു ലേബൽ പോലെ അല്ലേ ഈ ശരീരത്തിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന അർജുൻ എന്ന പേര്? ആ പേര് നിങ്ങൾ വിളിച്ചപ്പോൾ ആ പേര് തിരിച്ചറിഞ്ഞ ഒരാൾ എൻ്റെ ഉള്ളിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നേഴ്സ് തൻ്റെ കയ്യിലുള്ള ടാബ്ലറ്റ് ഒന്ന് താഴേക്ക് വെച്ചു, തലം താഴ്ത്തി നോക്കിയിട്ട് പറഞ്ഞു, ഇത് വളരെ ആഴമുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഈ 7-ാം നമ്പർ മുറിയിൽ സാധാരണ വരുന്നതിനകത്ത് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അർജുന് തലയ്ക്കൊരു സ്കാൻ വേണ്ടി വരും എന്ന് തോന്നുന്നു. ഞാൻ ഡോക്ടറോട് വിവരം പറയാമെന്ന് പറഞ്ഞു. നേഴ്സൊന്ന് ചിരിച്ചു. അർജുൻ ചിരിച്ചു. പക്ഷേ അർജുൻ്റെ ചിരിക്കിടയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അർജുൻ ചിരിക്കുന്നുണ്ടെങ്കിലും ആ ചിരി ശ്രദ്ധിക്കുന്ന ആളായാണ് അവിടെ കട്ടിലിൽ ഇരുന്നത്. ആ ചിരിയെ നോക്കി അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന മറ്റാരോ തന്നിലുണ്ട് എന്ന വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് അർജുന് ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ വന്ന് നോക്കി, കാര്യമായി വേറെ ടെസ്റ്റൊന്നും ചെയ്തില്ല, അർജുൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്തു. അർജുൻ വീട്ടിലെത്തി. ആശുപത്രി വിട്ട ശേഷം അർജുൻ്റെ ജീവിതം സാധാരണ രീതിയിൽ തന്നെയായി. രാവിലത്തെ ഓഫീസിൻ്റെ ഇമെയിലും തിരക്കും, ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ധാരാളം മീറ്റിങ്ങുകളും കാലണ്ടർ ഷെഡ്യൂളിങ്ങൊക്കെ പറഞ്ഞതുപോലെ തന്നെ, പഴയതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. അപ്പോൾ അർജുന് മനസ്സിലായി എനിക്കൊന്നും നഷ്ടമായിട്ടില്ല. ദർ ഇസ് നോ ലോസ്, ആക്സിഡൻറ്റ് പറ്റിയെന്നേ ഉള്ളൂ. പക്ഷേ ഒരു വ്യത്യാസം മാത്രം അർജുൻ ശ്രദ്ധിച്ചത്, ഒരു പ്രത്യേക ശ്രദ്ധ, ഒരു ഉണർവ് തോന്നി തുടങ്ങി. ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭാര്യ മീരയാണ് അർജുനെ ശ്രദ്ധിച്ച് നോക്കി. എന്നിട്ട് മീര പറഞ്ഞു, ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷം നിങ്ങളാകെ മാറിയിട്ടുണ്ട് കേട്ടോ. ആൾ നിങ്ങൾ തന്നെയാണ്, പക്ഷേ എന്തോ ഒരു മാറ്റം, കുറേ കൂടി ശാന്തനായതുപോലെ തോന്നുന്നു.
പഴയ ടെൻഷൻ കാണുന്നില്ല ഭക്ഷണം കഴിക്കുമ്പോൾ. ഒന്നിനും വലിയ തിരക്കൊന്നും നിങ്ങൾ കൂട്ടുന്നതായിട്ട് കാണുന്നില്ല. എന്നാലും സമയത്തിനെല്ലാം നിങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റും ഒരു കൂടുതൽ സ്പേസ് ഉള്ളതുപോലെ തോന്നുന്നു. എനിക്ക് നിങ്ങളുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ സമാധാനം തോന്നുന്നു. ഇത് പറഞ്ഞപ്പോൾ അർജുനൊന്നും പറഞ്ഞില്ല, ഒന്ന് പുഞ്ചിരിച്ചു. ഓഫീസിൽ സാധാരണ പോലെ തന്നെ ജോലി, പല വിഷയങ്ങളിലും ആളുകൾ ബഹളം വയ്ക്കുന്നതൊക്കെ കാണും. ചിലപ്പോൾ അർജുനോടും ദേഷ്യപ്പെടും. വഴക്ക് പറയുന്ന സമയത്ത് അർജുനും ദേഷ്യം വരും. പക്ഷേ ആ ദേഷ്യം ഉയരുന്ന സമയത്തും അർജുൻ്റെ ഒരവസ്ഥ വ്യത്യാസമായിരുന്നു. അർജുൻ ദേഷ്യക്കാരനായിട്ട് മാറുന്നില്ല. ആ ദേഷ്യം, ആ കോപത്തെ കാണുന്ന മറ്റൊരു വ്യക്തിയായി മാറുകയായിരുന്നു അർജുൻ. തൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു റിയലൈസേഷൻ അർജുന് വന്നു തുടങ്ങി. മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ അധികമൊന്നും സംസാരിക്കില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് മീറ്റിങ്ങുകൾ അധികം സമയം വലിച്ചു നീട്ടേണ്ട ഒരു കാര്യവും ഉണ്ടാകാറില്ല. തിരിച്ച് വീട്ടിലേക്ക് സമയത്തിന് ഇറങ്ങാൻ സാധിക്കുന്നു. പക്ഷേ ഏത് സമയവും വല്ലാത്ത ഒരു സമാധാനമാണ് അനുഭവം. ഒരു ജനലിൻ്റെ അടുത്ത് നിന്നിട്ട് പുറത്തുള്ള കൊടുങ്കാറ്റ് നോക്കിക്കാണുന്നത് പോലെ ഇവിടെ കൊടുങ്കാറ്റ് പുറത്തുള്ളത് യഥാർത്ഥമാണ്, റിയലാണ്. ഉള്ളിൽ, ഈ വീടിനുള്ളിൽ ജനലിനരികിൽ ഈ കൊടുങ്കാറ്റ് നോക്കി നിൽക്കുന്ന ആളും യഥാർത്ഥമാണ്. രണ്ടും റിയലാണ്. കൊടുങ്കാറ്റിൽ വൃക്ഷങ്ങളൊക്കെ വളഞ്ഞ് ഒടിയുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട്. വീടിനുള്ളിലിരിക്കുന്ന ഈ ആളുണ്ടല്ലോ, അലയുന്നില്ല, ഇളകുന്നില്ല. ഇതാണ് അർജുൻ്റെ അവസ്ഥ. അതായത് പുറമേയുള്ള ബഹളങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ പുറമേയുള്ള ഒരു ബഹളവും തൻ്റെ അകത്തേക്ക് എത്തുന്നില്ല. എല്ലാം കാണാൻ സാധിക്കുന്നു, എല്ലാത്തിനും പരിഹാരങ്ങൾ കാണാൻ സാധിക്കുന്നു. പക്ഷെ തന്നെ ഒന്നും ബാധിക്കുന്നില്ല. അമിതമായ സന്തോഷവും അമിതമായ ദുഃഖവും ഒക്കെ അപകടത്തിന് മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥ മാത്രം. ഒന്നും തന്നെ ബാധിക്കാത്ത അവസ്ഥയാണിപ്പോൾ. ഒരു സന്ധ്യയ്ക്ക് അർജുൻ വീട്ടിലെ ബുക്ക് ഷെൽഫിന് മുമ്പിൽ നിന്നു. നല്ല വായനശീലമുള്ള ഒരാളായിരുന്നു അർജുൻ. എവിടെ പോകുന്ന സമയത്തും ഒരു പുസ്തകം വാങ്ങും. യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ പുസ്തകം മുഴുവനായി വായിച്ചിട്ടുണ്ടാവും. എത്രയോ വർഷങ്ങളായി വാങ്ങിക്കൂട്ടിയ പുസ്തകങ്ങളാണ് പല പല ബുക്ക് ഷെൽഫുകളിലായിട്ട് വെച്ചിട്ടുള്ളത്. എത്രയോ തവണ കണ്ണ് ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ശ്രദ്ധിക്കാതിരുന്ന ഒരു പുസ്തകം ഇപ്പോൾ കണ്ണിൽപ്പെട്ടു. ആ പുസ്തകം കയ്യിലേക്ക് അങ്ങോട്ട് വന്നു. നോക്കിയ സമയത്ത് രമണ മഹർഷിയുടെ ഞാൻ ആര് എന്ന പുസ്തകമാണ്. മഹർഷിയുടെ മുഖം, ആ കണ്ണുകൾ, അർജുൻ ഒരു നിമിഷം നോക്കി നിന്നു. ആ കണ്ണുകളിൽ ഒരു ചോദ്യവുമില്ല കേട്ടോ. പുസ്തകത്തിൻ്റെ ചട്ടേൻ്റെ മുകളിൽ മാത്രമാണ് ചോദ്യമുള്ളത്. പക്ഷേ തൻ്റെ മനസ്സിൽ ഒരു ഉത്തരവുമില്ല എന്ന് അർജുൻ മനസ്സിലാക്കി. ആകെയുള്ളത് ഒരു നിശബ്ദത, ആഴമുള്ള, ഒട്ടും ഭാരമില്ലാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഡീപ്പ് സൈലൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവം. അർജുൻ ആ പുസ്തകം തുറന്നു. ആദ്യ വാചകം തന്നെ ഞാൻ ആര് എന്നായിരുന്നു. മുമ്പെപ്പോഴോ വാങ്ങിയൊരു പുസ്തകമാണ്. അന്ന് വായിച്ചപ്പോൾ ഒരു പിടിയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആഴമുള്ള ഈ ഒരു നിശബ്ദതയിൽ ഞാൻ ആരാണെന്നുള്ള ഒരൊറ്റ ചോദ്യം, അതിനുള്ള വ്യക്തമായ ഉത്തരം, ആ ഞാൻ ആരാണെന്നുള്ള വളരെ സ്പഷ്ടമായിരുന്നു അർജുന്. മറ്റാരെയും ബോധ്യപ്പെടുത്താൻ പറ്റില്ല, ആർക്കും പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. കൂടുതൽ വായിക്കാതെ തന്നെ മഹർഷി എന്താണ് ഉദ്ദേശിച്ചതെന്ന് അർജുന് മനസ്സിലായി. എങ്കിലും അദ്ദേഹം പുസ്തകത്തിൻ്റെ കുറച്ച് ഏടുകളൊക്കെ എടുത്ത് വായിച്ചു. രമണ മഹർഷിയുടെ ഉപദേശങ്ങളൊക്കെ വായിച്ചു. അതിനുശേഷം ഹി വെൻ്റ് അപ്സ്റ്റേഴ്സ്, റൂഫ് ടോപ്പിലേക്ക് പോയി. അവിടെ ഇരുന്നു, ആകാശത്തേക്ക് നോക്കിയിരുന്നു. മുകളിൽ കുറേ നക്ഷത്രങ്ങളും എല്ലാം ഇങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുസ്തകം നോക്കിയ ശേഷം ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ചോദ്യം മാത്രമായിരുന്നു അർജുന്. ഞാൻ ശരിക്കും ആരാണ്? തീർച്ചയായും ഞാൻ അർജുൻ എന്ന പേരല്ല.
തീർച്ചയായും ഞാൻ ഈ ശരീരം അല്ല. തീർച്ചയായും ഞാൻ ചിന്തകളോ മനസ്സോ അല്ല. പേരെന്തായാലും അല്ല. കാരണം എൻ്റെ പേര് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ഇട്ട് തന്നതാണ്. അച്ഛനും അമ്മയും എനിക്ക് ഈ ലേബൽ ഒട്ടിച്ച് തരുന്നതിന് മുമ്പും ഞാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആരാണെന്നുള്ള ചോദ്യം മുഴങ്ങാൻ തുടങ്ങി. ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനുണ്ടായിരുന്നു. ഈ ചോദ്യം ചോദിക്കുന്ന ഈ വേളയിലും ഞാനിവിടെയുണ്ട്. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴും ഞാനുണ്ട്. പിന്നെ ആരെ ഈ ചോദ്യം ചോദിക്കുന്നത്? ഹൂ ഈസ് ദ വൺ ഹൂസ് ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ? ചോദിച്ച ശേഷം അനുഭവപ്പെടുന്ന ആ ഒരു ഞാനുണ്ടല്ലോ, ആരാണത്? ഹൂ ഈസ് ദ വൺ ഹൂ റിമെയിൻസ് ആഫ്റ്റർ ആസ്കിങ് ദ ക്വസ്റ്റ്യൻ? എന്നൊക്കെ വളരെ ഡീപ്പായിട്ട് അദ്ദേഹം അന്വേഷിക്കാൻ തുടങ്ങി. മനസ്സ് വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് പോയി, റൂം നമ്പർ 7. അപ്പോഴും ഇപ്പോഴും ഒരു ഡിഫറൻസും ഇല്ല. ആ സമയത്തും കയ്യിൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല, ലാപ്ടോപ്പ് ഉണ്ടായിരുന്നില്ല, ചെയ്യാൻ പണി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ, കയ്യിൽ ഫോണില്ല, ലാപ്ടോപ്പില്ല, ചെയ്യാനൊരു പണിയില്ല. പക്ഷേ എന്തോ വ്യത്യാസമുണ്ട്, ഒരു നിശബ്ദതയുണ്ടല്ലോ. ഈ ശൂന്യതയിലും ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന കൃത്യമായ ബോധ്യം. സോ ആക്സിഡൻറ്റിന് മുമ്പുള്ള ഞാനും ആക്സിഡൻറ്റിന് ശേഷമുള്ള ഞാനും രണ്ടായി തോന്നുന്നുണ്ടെങ്കിലും ഒന്ന് തന്നെയാണ് എന്നുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അർജുന് കിട്ടാൻ തുടങ്ങി. കാര്യമെന്താ വെച്ചാൽ ഉള്ളിലുള്ള മനസ്സ് അടങ്ങി തുടങ്ങി, ബഹളം നിലച്ചു. അപ്പോൾ ആ ശാന്തമായ സ്ഥിരമായൊരു ശബ്ദമുണ്ടല്ലോ, ഞാൻ എന്ന്, അത് ഹൃദയത്തിൽ നിന്നും സ്ഫുരിക്കാൻ തുടങ്ങി. മുമ്പ് ഞാൻ എന്ന ശബ്ദം മനസ്സിലായിരുന്നു, അത് ഈ ശരീരവും മനസ്സും മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകാൻ തുടങ്ങി. ഞാൻ എന്ന ശബ്ദം കുറേ കൂടി ആഴത്തിൽ നിന്ന് വരാൻ തുടങ്ങി. ആൻഡ് ഹീ ന്യൂ ദാറ്റ് ദിസ് ഐ എറ്റേണലാണ്. ജനിക്കുന്നതിന് മുമ്പും ഈ ഞാൻ എന്ന സ്ഫുരണയുണ്ടായിരുന്നു. ഞാനിപ്പോൾ ജീവിക്കുമ്പോഴും അതുണ്ട്. കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഈ ശരീരം അസ്തമിക്കും, ഉണ്ടാവില്ല. ശരീരം ഇല്ലാതാകുമ്പോഴും ഞാൻ നിലനിൽക്കുമെന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്. ആ ഒരു ശബ്ദം, അതായത് ഞാൻ എന്ന ശബ്ദം ഉള്ളിലിരിക്കുന്ന സ്ഥിരമായ സാക്ഷിയാണ് എന്ന് അർജുന് മനസ്സിലായി. ഇത് തന്നെയാണ് രമണ മഹർഷി ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ഞാൻ എന്നത് കണ്ടുപിടിക്കേണ്ട ഒരു സംഗതിയല്ല, നേടേണ്ട ഒരു വസ്തുവല്ല. ഇതുവരെ നമുക്ക് നഷ്ടമായിട്ടില്ല ആ ഞാൻ എന്ന പൊരുൾ. ഓക്കെ, ആ മേൽക്കൂരയിൽ, ആ റൂഫ് ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരൊറ്റ നിമിഷം താഴേക്ക് നോക്കുമ്പോൾ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. യു ക്യാൻ സീ എവറിത്തിങ്. പുറത്തുള്ള ശബ്ദങ്ങളെല്ലാം കേൾക്കാം. നിൽക്കുന്ന വീട് അത് തന്നെ. ജീവിതം ഒരു മാറ്റവുമില്ല. പക്ഷെ കാഴ്ചയിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കാഴ്ച മാറി തുടങ്ങിയപ്പോൾ മനസ്സിലുള്ള ഭാരങ്ങളെല്ലാം കുറഞ്ഞു തുടങ്ങി. ഭാരം ഇല്ലാതെയായപ്പോൾ ഒരു സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡം ഇൻസൈഡ്, ഒരു പീസ്. ആ മേൽക്കൂരയിലേക്കുള്ള പടവുകളുണ്ടല്ലോ, അത് കയറിയ സമയത്തുള്ള മാറ്റമാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതുപോലെ തന്നെ ജീവിതത്തിൽ തിരക്കേറിയ ഓട്ടപ്പാച്ചിലിൽ നമ്മൾ കാണാതെ പോകുന്ന ഈ ഒരു സ്റ്റെയർ കേസുണ്ട്. ആ സ്റ്റെയർ കേസിലൂടെ ഒന്ന് നമ്മൾ കയറി ചെന്നാൽ ഇതേ സ്ഥാനത്ത് നമുക്കും എത്താൻ സാധിക്കും. കാരണം ആ ബോധം അന്നും ഇന്നും എന്നും സാക്ഷിയായി നിലകൊള്ളുന്നുണ്ട്. നമ്മളതിന് ചോദിക്കേണ്ടത് രമണ മഹർഷിയുടെ ആ ഒരു ഗൈഡൻസ് തന്നെയാണ്. ഹൂ am I? ഞാൻ ആരാണ് എന്ന് ശരിക്കും അറിയാനുള്ളൊരു താല്പര്യമുണ്ടായിരിക്കണം. ചിന്തകളൊക്കെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഈ ചിന്തകൾ വരുന്നത് ആർക്കാണ് എന്ന് നമ്മൾ അന്വേഷിക്കണം. ഇത് അന്വേഷിച്ച്
ഉള്ളിലേക്ക്, ആ ശൂന്യതയിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്കൊരു നിറവുണ്ടല്ലോ അനുഭവപ്പെടും. നമ്മൾ പൂർണ്ണരാണ് എന്ന തോന്നൽ, ഞാൻ പൂർണ്ണനാണ് എന്ന വിശ്വാസമല്ല, അനുഭവം. മൂടാത്ത ആകാശം പോലെയാണ്. അർജുൻ അത് ആശുപത്രി കിടക്കയിലാണ് സംഭവിച്ചത്. നമുക്ക് ഈ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അത് സംഭവിക്കാം. ആദ്യപടി ഈ ചോദ്യം ഉപയോഗിച്ച് റൂഫ് ടോപ്പിലേക്ക് കയറുക എന്നാണ്. ദ റൂഫ് യു നെവർ ക്ലൈംഡ്. ഇത് വളരെ അടുത്താണ്, ദൂരെയല്ല. ഹു ആം ഐ എന്നുള്ള പുസ്തകത്തിൽ രമണ മഹർഷി പറയുന്നു, വെൻ ദ വേൾഡ് വിച്ച് ഇസ് വാട്ട് ഇസ് സീൻ ഇസ് റിമൂവ്ഡ്, ദെയർ വിൽ ബി റിയലൈസേഷൻ ഓഫ് ദ സെൽഫ് വിച്ച് ഇസ് ദ സീയർ എന്ന്. കാണപ്പെടുന്ന ഈ ലോകം മറഞ്ഞു പോകുമ്പോൾ കാണുന്നവനായ ആത്മാവിൻ്റെ സാക്ഷാത്കാരമുണ്ടാകും എന്ന്. കാണപ്പെടുന്നതായ ലോകം നീങ്ങുമ്പോൾ അതിനെ കാണുന്ന സാക്ഷിയായ ആത്മാവ് സ്വയം വെളിപ്പെടും എന്നാണ് രമണ മഹർഷി ഹുവമയിൽ പറയുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് വായിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. വെൻ ദ വേൾഡ് ഇസ് റിമൂവ്ഡ് എന്നാണ് പറയുന്നത്. ഈ ലോകം നമുക്ക് മാറ്റാൻ സാധിക്കുമോ? ക്യാൻ വി റിമൂവ് ദിസ് വേൾഡ്? നോ, വി കനോട്ട്. കാരണം ലോകം എപ്പോഴും നമ്മുടെ മുന്നിൽ ഉണ്ട്. ബട്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കും. വി ക്യാൻ ടേക്ക് അവർ ഫോക്കസ് എവേ ഫ്രം ദ വേൾഡ്. ഈ ലോകത്ത് നിന്ന് ശ്രദ്ധയെ നമുക്ക് മാറ്റാൻ സാധിക്കും. എന്താണ് ഈ വേൾഡ്? മഹർഷി പറയുന്ന ഈ വേൾഡ്, ലോകം എന്ന് പറഞ്ഞാൽ ഓബ്വിയസ്ലി പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മിലേക്ക് വരുന്ന ലോകമാണ് തീർച്ചയായും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക. സെൻസറി വേൾഡ്, സെൻസറി എക്സ്പീരിയൻസസ്, ഔട്ടർ വേൾഡ് എന്ന് പറയാം, പുറമേയുള്ള ലോകം. അതൊരു ലോകം മാത്രമാണ്. അതിനേക്കാൾ വലിയ ലോകം നമ്മുടെ ഉള്ളിലുണ്ട്, ഇന്നർ വേൾഡ്. ഇന്നർ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സാണ്. ആ മനസ്സിലാണ് എല്ലാം നമ്മൾ കുത്തിവെച്ചിട്ടുള്ളത്. അനവധി അനുഭവങ്ങളല്ലേ. കുട്ടിക്കാലം മുതൽക്കുള്ള അനുഭവങ്ങൾ, പാസ്റ്റിലുള്ള അനുഭവങ്ങൾ, പ്രസൻറ്റിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല അനുഭവങ്ങൾ, നാളെയെക്കുറിച്ചുള്ള ചിന്തകൾ, നമ്മൾ അനുഭവിച്ച പലതരം വികാരങ്ങൾ, നമ്മുടെ പലതരം പെർസെപ്ഷൻസ് എല്ലാം മനസ്സായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇന്നർ വേൾഡിൽ. മഹർഷി പറയുന്നു, വെൻ ദ വേൾഡ് വിച്ച് ഇസ് വാട്ട് ഇസ് സീൻ ഇസ് റിമൂവ്ഡ്. വാട്ട് ഇസ് സീൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്ന പുറമേയുള്ള ലോകം ഔട്ടർ വേൾഡ് ആണെങ്കിൽ, മനസ്സുകൊണ്ട് തന്നെ മനസ്സിലുള്ള ലോകം നമ്മൾ കാണുന്നുണ്ട്. അതിനെയും മാറ്റണം. അതായത് ഈ രണ്ട് ലോകങ്ങളിൽ നിന്നും നമ്മൾ ശ്രദ്ധയെ പിൻവലിക്കണം എന്നാണ് രമണ മഹർഷി നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ മേൽക്കൂരയിലേക്കുള്ള, റൂഫ് ടോപ്പിലേക്കുള്ള പടികൾ നമ്മൾ കയറണമെങ്കിൽ, അതായത് റിയലൈസേഷൻ ഡോൺ ചെയ്യണം എങ്കിൽ തീർച്ചയായും നമ്മൾ വേൾഡിനെ മാറ്റി നിർത്തണം. വേൾഡിൽ അത് ലഭിക്കില്ല, ലോകത്തിൽ അത് ലഭിക്കില്ല. അതായത് പുറമേയുള്ള ലോകത്തിലും മനസ്സിലുള്ള ലോകത്തിലും നമുക്കത് നേടാൻ കഴിയില്ല. അപ്പോൾ ഈ ആത്മവിചാരം, ഞാൻ ആരാണ് എന്ന അന്വേഷണം നമുക്ക് ലോകത്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആരോടും ചോദിക്കാൻ പറ്റില്ല. അവർ ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം നമ്മുടെ പേര് പറയും, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് വിശേഷങ്ങൾ പറയും. അപ്പോൾ നമുക്കറിയുന്നതാണ്. നമ്മുടെ മനസ്സിൽ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം മനസ്സിലല്ല ആത്മാവ് ഉള്ളത്. മനസ്സിനതീതമായ ഒരേ ഒരു സത്യമാണ് ആത്മാവ് എന്ന സത്യം. അപ്പോൾ മനസ്സിൻ്റെയും പിന്നാമ്പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് മഹർഷി വെൻ ദ വേൾഡ് വിച്ച് ഇസ് വാട്ട് ഇസ് സീൻ ഇസ് റിമൂവ്ഡ് എന്ന് വ്യക്തമായി പറയുന്നത്. റിയലൈസേഷന് വേറെ ഒരു വഴിയില്ല വെച്ചപ്പോൾ ഒരു വഴിയില്ലെന്നാണ് പറഞ്ഞത്. ഒരേ ഒരു വഴിയേ ഉള്ളൂ. സീയർ എന്ന് പറഞ്ഞാൽ ആരാണ്? കാണുന്നവൻ മനസ്സിനെയും കാണുന്നുണ്ട്, അതുപോലെ തന്നെ പുറമേയുള്ള എല്ലാ സംഗതികളെയും കാണുന്നുണ്ട്. ഈ കാണുന്നവനെ കാണണ്ടേ? റിയലൈസേഷൻ ഓഫ് ദ സെൽഫ് വിച്ച് ഇസ് ദ സീയർ. ശരിക്കും കാണുന്നവൻ സെൽഫാണ്. ആ കാണുന്നവനെ നമ്മൾ റിയലൈസ് ചെയ്യണം. നമുക്ക് സാക്ഷാത്കാരം ഉണ്ടാകണം. അതിന് വേണ്ടത് ലോകവുമായിട്ടുള്ള എല്ലാ സംഗതികളും നമ്മൾ
മാറ്റി നിർത്തണം. വിചാരത്തിനിരിക്കുന്ന സമയത്ത് മനസ്സിൽ പല കാര്യങ്ങളും വരും, പല ചിന്തകളും വരും. അതൊന്നും നമ്മൾ അത്ര കാര്യമാക്കരുത്. മനസ്സിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയി മനസ്സിലെന്തൊക്കെയാണ് വരുന്നത്, മനസ്സിലെന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നത്, മനസ്സിൽ വല്ല ദൃശ്യങ്ങളുമുണ്ടോ, വല്ല അത്ഭുതങ്ങളും സംഭവിക്കുന്നുണ്ടോ, വല്ല വിഷൻസും ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ യു ഹാവ് നോട്ട് റിമൂവ്ഡ് ദ വേൾഡ്. യു ഹാവ് ടു റിമൂവ് ദ വേൾഡ്. വേൾഡ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് സീൻ എന്നാണല്ലേ. നിങ്ങൾ എന്ത് കണ്ടാലും അത് വേൾഡാണെന്നർത്ഥം. വെൻ ദ വേൾഡ് വിച്ച് ഇസ് വാട്ട് ഇസ് സീൻ എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതും കാണാൻ സാധിക്കും. അതും വേൾഡ് തന്നെ. അതും നമുക്ക് മാറ്റാനുണ്ടായിട്ട് വരും. അത് മാറ്റിയിട്ടില്ല വെച്ചാൽ ആത്മസാക്ഷാത്കാരം ലഭിക്കില്ല എന്നാണ്. അപ്പോൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് ദ ജേണി വിത്തിനിൽ. ഓരോ സെഷനിലും ഇതിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമുക്ക് പലതരം വികാരങ്ങളുണ്ടല്ലേ. നമുക്ക് സങ്കടം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, അസൂയ ഉണ്ടാവും. ഇതെല്ലാം വികാരങ്ങളാണ്. ഇതും ഞാനല്ല. ഇതും നമ്മളിൽ തെളിയുന്ന ചില സംഗതികൾ മാത്രമാണ്. അതിൻ്റെ പിന്നാമ്പുറത്താണ് നമ്മളുള്ളത്. അപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നുണ്ടല്ലോ. എനിക്ക് സങ്കടമുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ സങ്കടം വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ ദേഷ്യവും സങ്കടവും സന്തോഷവും എല്ലാം അറിയുന്നവൻ നമ്മുടെ ഉള്ളിലാണ് ഉള്ളത്. നാളത്തെക്കുറിച്ചുള്ള ആകുലതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ആകുലതകളുള്ളത് മനസ്സിലാണ്. ആ ആകുലത നിങ്ങളിലില്ല. നിങ്ങളിലിതൊന്നുമില്ല. നിങ്ങൾ അത്രയും പ്യോറാണ്. യു ആർ വെരി വെരി പ്യോർ. ആ പ്യൂരിറ്റിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ആ പ്യോറായിട്ടുള്ള ഞാൻ അത് നമ്മൾ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതിന് വിചാരമാർഗം തന്നെ തേടണം. പല ചിന്തകളും വരും. പക്ഷേ ചിന്തകളിലേക്ക് ഒഴുകിപ്പോകാതെ ഒരൊറ്റ ചോദ്യം നമ്മൾ ചോദിക്കണം. എന്താണത്? ഈ ചിന്തകൾ ആർക്കാണ് ഈ ചിന്തകൾ ഉണ്ടാകുന്നത്? മനസ്സ് പറയും എനിക്കാണ് എന്ന്. അവിടെ തന്നെ നമുക്ക് കിട്ടി അന്വേഷിക്കേണ്ട പോയിൻ്റ്. എനിക്ക് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ എനിക്ക് എന്ന് പറഞ്ഞൊരു പോയിൻ്റാണ് ഞാൻ. ആ ഞാൻ ആരാണ് എന്ന് വീണ്ടും അന്വേഷിക്കണം. മനസ്സെന്ത് തന്നെ പറഞ്ഞാലും ശ്രദ്ധ അവിടേക്ക് കൊടുക്കരുത്. കാരണം മനസ്സിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ എഗെയിൻ യു ആർ സീയിങ് ദ വേൾഡ്. പുറം ലോകത്തേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ എഗെയിൻ യു ആർ സീയിങ് ദ വേൾഡ്. പുറത്തുനിന്നൊരു ശബ്ദം വരുന്നു കേട്ട് കഴിഞ്ഞാൽ എഗെയിൻ യു ആർ സീയിങ് ദ വേൾഡ് വിത്ത് യുവർ ഐസ്, വിത്ത് യുവർ ഇയേഴ്സ്. സൗണ്ട് നമ്മൾ കേൾക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ അതും സീൻ എന്ന് പറയാം. വാട്ട് ഇസ് സീൻ അല്ലെങ്കിൽ വാട്ട് ഇസ് ഹേർഡ്, വാട്ട് ഇസ് ഫെൽറ്റ്, വാട്ട് ഇസ് ടച്ച്ഡ് എല്ലാം വരും. ഇവിടെ സീൻ എന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ പഞ്ചേന്ദ്രിയങ്ങളതിനകത്ത് വരും. വാട്ട് ഇസ് സ്മെൽഡ് എല്ലാം വരും. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ എടുക്കുന്ന കാര്യങ്ങളും പിന്നെ മനസ്സിലൂടെ എടുക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കാതെ ഓരോന്നും വരുമ്പോൾ ആർക്കാണത് ഉണ്ടാകുന്നത് അന്വേഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് സിയറെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ എന്ന് രമണ മഹർഷി സൂചന തരികയാണ്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഉറവിടത്തിലേക്ക് മടങ്ങാൻ കഴിയൂ എന്ന വ്യക്തമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തരികയാണ്. ഇങ്ങനെ പോയാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് മടങ്ങിയെത്താൻ കഴിയൂ എന്ന് നമുക്ക് മഹർഷി ട്രൂത്ത് പറഞ്ഞു തരാണ്. എല്ലാ ചിന്തകളും വരുന്നത് ശരിക്കും ഒരു നിശബ്ദതയിൽ നിന്നാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? ചിന്തകൾ ഒരിക്കലും ഒരേപോലെ നിൽക്കുന്നില്ല. ചിന്തകൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിന്തകൾ പുറമേ നിന്നല്ല വരുന്നത്, ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഒരു നിശബ്ദത നമ്മുടെ ഉള്ളിലുണ്ട്. ആ നിശബ്ദതയിൽ നിന്നാണ് എല്ലാം വരുന്നത്. നമ്മൾ ശ്വാസം ശ്രദ്ധിച്ച സമയത്ത് ശ്വാസങ്ങൾക്കിടയിൽ ഒരു നിശബ്ദതയുണ്ടായിരുന്നു, ഒരു സൈലൻസ് ഉണ്ടായിരുന്നു, ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ചിന്തകൾക്കിടയിലും ഗ്യാപ്പുണ്ട്. ആ ഉള്ളിലുള്ള സാക്ഷി ബോധം അത് തെളിഞ്ഞു വരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങണം. ആ ശാന്തതയിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാൻ തുടങ്ങണം. വേറൊരു ടെക്നിക്കിൻ്റെ ആവശ്യമില്ല. വേറെ എല്ലാ ടെക്നിക്സും അവസാനം എത്തുന്നത് ഈ ഒരു പോയിന്റിലേക്കാണ്. അപ്പോൾ ടെക്നിക്സിൽ കൂടുതൽ പിടിച്ചു നിൽക്കാതെ ഞാൻ എന്ന പൊരുൾ നമ്മളെല്ലാവരും കണ്ടെത്താൻ ശ്രമിക്കണം.